ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് പറ്റിയ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇഷ്ടിക കൂട്ടിയിട്ട് വിറക് കത്തിച്ചിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണേ. വിറക് കത്തിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചീനിച്ചട്ടി വെക്കാം. ഇന്ത്യാലത്തിൻ്റെ ചീനിച്ചട്ടിയാണ് ഞങ്ങളിവിടെ വെക്കുന്നത്. ചീനിച്ചട്ടി ചൂടാവണ വരെയും കാത്തിരിക്കാം. ഇൻഗ്രീഡിയൻസ് ഒന്നും ഞങ്ങൾ വലിച്ചു നീട്ടുന്നില്ല, അത് പെട്ടെന്ന് കാണിക്കാം. ചീനിച്ചട്ടി ചൂടായ നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. ഇത് ഇനി തേങ്ങ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിനി ഇളക്കൽ നിർത്താം. സവാള ഇട്ടിട്ടുണ്ട്. സവാള ഇതുപോലെ തന്നെ ബ്രൗൺ കളർ ആവണ വരെ ഇളക്കാം. ഉപ്പിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് കരിഞ്ഞു, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി കരിഞ്ഞു പോകരുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ചേർക്കാൻ പോണത് ഗരം മസാലയാണ്. ഇതിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. എല്ലാത്തിൻ്റെയും പച്ചമണം പോകുമ്പോൾ നമുക്ക് അരച്ച തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് പച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ മൂടി വെച്ചിട്ട് തിളയ്ക്കാൻ അനുവദിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ മൂടി തുറക്കരുത്. തിളയ്ക്കുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ മൂടി തുറന്ന് നോക്കണം. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വയ്ക്കാം. ഞാൻ ഇട്ടിരിക്കുന്നത് കറിവേപ്പില നാടനാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിടാം. ആദ്യം ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉപ്പ് കൂടാതെ നോക്കണം. ഇനി നമ്മൾ അടച്ചു വെക്കാതെ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റാൻ അനുവദിക്കുക. നമ്മൾ വിറകടുപ്പിൽ വെച്ച കാരണം ചൂട്ടും കൂടി ആയിരുന്നു, പുകയും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മൾ ഇത് ഗ്യാസിൽ വെച്ചാലും വിറകടുപ്പിൽ വെക്കണ സ്വാദ് കിട്ടില്ല. അപ്പം ആ മുക്കാൽ ഭാഗം വരെ കറി റോസ്റ്റായി വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നല്ല ചോറും കൂട്ടി കഴിക്കാൻ പോവുകയാണ്. കറി ഉണ്ടാക്കി അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കണതാണ് ഏറ്റവും രസം. അടിപൊളി കറിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടണും ഞെക്കണം. ഓക്കെ, ബൈ.